ഞങ്ങളിന്ന് 4 മണിക്കൊരു ചായയൊക്കെ കുടിച്ചിങ്ങനെ ഇരുന്നപ്പോഴാണ് തേയൂട്ടി പറഞ്ഞു വല്യമ്മക്ക് അത് കൂടെയൊക്കെ ഒന്ന് പോയി നോക്കാമെന്ന്. അങ്ങനെ ഞങ്ങൾ പോയി നോക്കിയപ്പോഴായിട്ട് നിറയെ ഞൊട്ടങ്ങ കായകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ. അപ്പോൾ ഞങ്ങൾ ഞൊട്ടങ്ങേൻ്റെ സംഭവം എന്ന് തേയൂട്ടിക്ക് പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ അവൾക്കിത് കാണിച്ചു കൊടുത്തത്. അവൾക്കിത് എന്താണെന്ന് പോലും അറിയില്ല, ഇത് കഴിക്കാൻ പറ്റുന്ന സംഭവമാണോ എന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇഷ്ടം പോലെ ഞൊട്ടങ്ങ പറഞ്ഞാൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഞങ്ങളുടെ കുട്ടിക്കാലത്തൊക്കെ ഞൊട്ടങ്ങയും അങ്ങനെ പല പല കായകളും കണ്ട് ഞങ്ങളതൊക്കെ കഴിച്ച ഒരു കുട്ടിക്കാലം ഉണ്ടായിരുന്നു. മക്കൾക്ക് ഇപ്പോഴത്തെ മക്കൾക്കൊന്നും അതൊന്നും അറിയില്ല കേട്ടോ. എന്നാലും ഞാനത് ദൈവട്ടിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പറിച്ച് പൊട്ടിച്ച് നോക്കിയപ്പോൾ നല്ല പഴുത്ത അടിപൊളി ഒരു കായ കിട്ടിയത് കേട്ടോ. വലിയ കായായിരുന്നു. അത് ദൈവട്ടി കഴിച്ചു നോക്കിയപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലേമ്മേ പറഞ്ഞേ. ഞങ്ങൾ പിന്നെ കുറച്ചും കൂടി മുന്നേക്ക് നടന്നു പോയി. അവിടെ ഉണ്ടായിരുന്നു 2-3 ഞൊട്ടങ്ങ മരം, നിറയെ കായ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ദേവുട്ടിക്ക് ഈ സംഭവം ഇത് കഴിക്കാൻ പറ്റുമോ പറ്റൂല എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. പക്ഷേ ഇത് കഴിക്കാൻ പറ്റുന്നൊരു കായയാണ് കേട്ടോ. ദേവുട്ടി കഴിച്ചു. ഒന്ന് കഴിച്ചപ്പോൾ അവൾക്ക് ഇഷ്ടമായി. പിന്നെ കുറേ കായകൾ തിരഞ്ഞ് നടന്നു. ഞങ്ങൾ ആ തൊടിയിൽ കൂടെ ഒക്കെ നടന്നു നോക്കി. അപ്പോൾ കുറേ കായകൾ കിട്ടി. ഒരു ചെറിയ കായ, പച്ച കൂടിയ കായക്ക് കുറച്ച് കയ്പ്പുണ്ടാവും, ഒരു ചമർപ്പ് പോലെ ഉണ്ടാവും. അപ്പോൾ അത് ദേവുട്ടിക്ക് ഞാൻ കാണിച്ചു കൊടുക്കുകയായിരുന്നു കേട്ടോ. ഇത് കഴിക്കാൻ പറ്റില്ല, നല്ല മൂത്ത കായ കഴിക്കാൻ പറ്റുള്ളൂ പറഞ്ഞിട്ട് ദേവുട്ടിക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു കേട്ടോ. ഇത് കുറച്ച് പച്ചയായ കായായിരുന്നു. അപ്പോൾ ഇത് കഴിക്കാൻ പറ്റില്ല പറഞ്ഞപ്പോൾ ദേവുട്ടിക്ക് മനസ്സിലായി കുറച്ചുകൂടി മൂത്ത കായക്കാണ് ടേസ്റ്റ് കൂടുതലെന്ന്. അങ്ങനെ ഞങ്ങൾ കൂടുതൽ തിരഞ്ഞു പോയി, കുറേ കായകൾ പറിച്ചു. അപ്പോൾ ദേവൂസിന് നല്ല സന്തോഷമായിട്ടോ. ഇങ്ങനത്തെയൊക്കെ സംഭവങ്ങൾ നമ്മൾ കുട്ടികൾക്ക് അമ്മമാർ കാണിച്ചു കൊടുക്കണം. കാരണം ഇതൊന്നും ഇപ്പോഴത്തെ മക്കൾക്ക് കാണും പോലും ഇല്ല കേട്ടോ. അവരൊക്കെ ടി വി, ഫോണ് അങ്ങനെയുള്ള ഓരോ ഇതാണല്ലോ. ഇപ്പോൾ കുട്ടികൾക്ക് ഇതൊക്കെ ശരിക്കും നമ്മൾ കാണിച്ചു കൊടുക്കണം. കാരണം അവരിതൊന്നും കണ്ടിട്ടേ ഉണ്ടാവില്ല ഇപ്പോഴത്തെ മക്കളൊന്നും. അപ്പം അങ്ങനെ ദേവുട്ടിക്ക് നല്ല ഇഷ്ടമായി. ടേസ്റ്റുള്ളൊരു കായയാണ് പറഞ്ഞ് ഓൾ കുറേ കഴിച്ചു. ഞാനും അതിൻ്റെ ഒപ്പം 2-3-4 കഴിച്ചു. അങ്ങനെ കുറച്ചും കൂടി മുന്നേക്ക് പോയപ്പോൾ ഇഷ്ടംപോലെ കായകൾ കണ്ടു. അതിലാണെങ്കിൽ ആ മരത്തിൽ നല്ല മൂത്ത് പഴുത്ത കുറേ കായകളുണ്ടായിരുന്നു. അത് തൊടുമ്പോഴത്തേക്ക് ചാടിപ്പോകുമായിരുന്നു കേട്ടോ. ദേവുട്ടിക്ക് ഒരു 10-15 കായോളാകുമ്പോൾ കിട്ടി. അപ്പോൾ ദേവുട്ടീൻ്റെ ഫ്രണ്ടിനും കാണിച്ചു കൊടുക്കുക. അവൾക്ക് ഒന്ന് കഴിക്കാൻ കൊടുത്തപ്പോൾ പറഞ്ഞത് കഴിക്കാൻ പാടില്ല, പേടിയാണ് കേട്ടോ, കഴിക്കണ്ട പറഞ്ഞ്. പക്ഷെ ദേവുട്ടി അവളെ നിർബന്ധിച്ച് 2-3 കായ കഴിപ്പിച്ചു. അപ്പോൾ അവൾക്ക് ഇഷ്ടമായി. അങ്ങനെ കുട്ടികൾക്ക് അതൊരു രസം അല്ലേ. ഇങ്ങനത്തെ കായകളൊക്കെ പറിച്ച് തൊടിയിൽ കൂടെയൊക്കെ നടക്കുമ്പോഴല്ലേ എല്ലാ പൂക്കളും കായകളൊക്കെ കാണുള്ളൂ. മറ്റത് മക്കൾ ഇതൊന്നും കാണുന്നില്ല, വെറും ഫോണിലുള്ള ഒരു ഗെയിം കളി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവമല്ലേ കാണുള്ളൂ. ദേവുവിന് ഇതൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ അവൾക്ക് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൂടുതൽ കാണിച്ചു കൊടുക്കലുണ്ട്. അവൾക്ക് ഇഷ്ടപ്പെട്ട ഓരോ സംഭവങ്ങളാണ് കേട്ടോ. ഇങ്ങനെ തൊടിയിൽ കൂടെയും പറമ്പിൽ കൂടെയും തോട്ടിൽ കൂടെയും പുഴയിൽ കൂടെയൊക്കെ പോകണതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഓൾക്ക് കളിക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഞാൻ അവളപ്പം ഇങ്ങനെ ഓരോന്ന് കാണിച്ച്, കുറേ കായ കിട്ടി, അച്ചമ്മയ്ക്ക് കൊടുക്കണം പറഞ്ഞ് കൊണ്ടുപോവുകയാണ്. അപ്പം അങ്ങനെ നല്ല നല്ല വലിയ വലിയ കായകളാട്ടോ ദേവൂസിന് കിട്ടിയത്. കുറേ ആ തൊടി നിറയെ കായ്. അതേപോലെ തൊട്ടാവാടി മുള്ള്, അങ്ങനെ തൊട്ടാവാടുന്ന സംഭവം അതൊക്കെ ദേവുവിന് കാണിച്ചു കൊടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ രണ്ടാളും ഇങ്ങോട്ട് തിരിച്ചു പോകുന്നത്. അങ്ങനെ ഇന്നത്തെ വൈകുന്നേരം ഇങ്ങനെ കഴിഞ്ഞു പോയി അടിപൊളിയായിട്ട്. ദേവുട്ടിക്ക് അത് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായി. നല്ല മധുരമുള്ള കായകൾ കുറേ കിട്ടി, അത് കഴിച്ചു. അങ്ങനെയൊക്കെ ഇന്നത്തെ വൈകുന്നേരം അങ്ങനെ പോയി. പിന്നെ ദേവുട്ടി മേലെഴുകലും അങ്ങനെയുള്ള സംഭവങ്ങൾക്കൊക്കെ ഇറങ്ങാൻ പോവുകയാണ്. ഇത് ചായ കുടിയൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് നേരം നടക്കാൻ ഇറങ്ങിയതുപോലെ നല്ലൊരു രസമുള്ളൊരു കാഴ്ചകളായിരുന്നു. അങ്ങനെയാണ് നമ്മൾ മക്കൾക്കൊക്കെ അതൊക്കെ കാണിച്ചു കൊടുക്കുക കേട്ടോ, എല്ലാ അമ്മമാരും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ.